അല്ല, സമസ്ത പറയുന്നതിൽ ഇപ്പോൾ അവർക്കിഷ്ട ജനാധിപത്യ സമ്പ്രദായത്തിൽ അവർ പറഞ്ഞോട്ടെ. ഗോവിന്ദൻ്റെ ഭീഷണി നടപ്പില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. സമസ്തയെ കൈകാര്യം ചെയ്യാനൊക്കെ പിന്നെ അവർ പറയുന്നതിനോട് നേരിടാനൊക്കെ അവർ പ്രശ്നമല്ല. പക്ഷേ ഗോവിന്ദൻ ചില പേരുകളും ചില സംഘടനകളുടെയും പേര് പറഞ്ഞ് ഒരു ഭീഷണി ഇന്നലെ മുഴക്കിയിരിക്കുന്നു. അത് വെച്ചു പൊറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സമസ്തയോ ലീഗോ അല്ലെങ്കിൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയോ ഈവൻ PFIയോ അവർക്കൊക്കെ എന്ത് വേണേൽ പറയാം. എൻ്റെ ചോദ്യം, ഭരിക്കുന്ന കക്ഷി തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ നടത്തിക്കൊണ്ട് ഒരു 1-2 പേരുകൾ പറഞ്ഞുകൊണ്ട്, സമുദായങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണി നടത്തിയിരിക്കുകയാണ്. അതേസമയം മറുവസ്തുത കാണാതെയും പോയിരിക്കുകയാണ്. മുസ്ലിം വോട്ടുകൾ നഷ്ടമായതിനെക്കുറിച്ചോ അതിന് കാരണക്കാരായവരെക്കുറിച്ചോ പരാമർശിക്കുന്നേ ഇല്ല. SNDPയും പിന്നെ പട്ടികജാതിക്കാരും ക്രിസ്ത്യാനികളും മാത്രം കുറ്റക്കാരും. സ്വന്തം കയ്യിൽ നിന്ന് ആള് പോയില്ലേ? ഞാൻ ചോദിച്ച ചോദ്യം അതാണ്. ആ കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് അപ്പോൾ തുടരുന്നത്? ഈ മൂരാച്ചി നയം തന്നെയാണ്. അത് UDFന് പോയി. എൻ്റെ ചോദ്യം അതല്ല. സ്വന്തം പാർട്ടി സ്ഥലങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ മുസ്ലിം സഖാക്കൾ മറിഞ്ഞുപോയി. അതിന് കാരണക്കാരായിട്ടുള്ള സംഘടനകൾ ഇവിടെയുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ജിഫ്രി തങ്ങളെ കാണാൻ പോകുന്നു ഇല്ലേ? നിങ്ങൾ കണ്ടതല്ലേ? ജിഫ്രി തങ്ങളുടെ വീട്ടിൽ ആഹാരം കഴിക്കാൻ പോകുന്നു. എന്ത് ഡീലായിരുന്നു? ജിഫ്രി തങ്ങളൊക്കെ പെട്ടെന്ന് വന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെയും മുഖ്യമന്ത്രിയുടെ മരുമകനെയൊക്കെ കണ്ടതും സംസാരിച്ചതും ചായ കുടിച്ചതൊക്കെ ഇതിനായിരുന്നോ? ആ ചോദ്യത്തിനല്ലേ മറുപടി വേണ്ടത്. അല്ലെ, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇനി അത് വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള വിലയിരുത്തലുകളാണ് ഒരു പാർട്ടി നടത്തുന്നത്. ഒന്നു വെച്ചാൽ ആ പാർട്ടിയുടെ അസ്തിത്വം, അതിൻ്റെ ഏതൊരു സംഘടനയും മുന്നോട്ട് പോകുന്നതിന് അതിനൊരു ജൈവഘടന നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നത്. അപ്പം ആ ഒരു ലെഫ്റ്റ് ജൈവഘടന പോയി. ആ പാർട്ടി ലെഫ്റ്റ് ഐഡിയോളജിയിൽ നിന്ന് അവർ മാറി തികഞ്ഞ ഒരു 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 എന്താ പറയുക, ഒരു മതമൗലികവാദ അല്ലെങ്കിൽ ഒരു പിന്നെ മുതലാളിത്ത ഐഡിയോളജിയിലേക്ക് അവർ പോവുകയാണ്. അതുകൊണ്ട് ലെഫ്റ്റിൻ്റെ കാര്യം ഇനി അവർക്ക് പഴയതുപോലെ തിരിച്ചു വരാൻ കഴിയുമെന്നൊക്കെയുള്ള പ്രത്യാശ വെറുതെയാണ്. കാരണം തിരിച്ചു വരുമായിരുന്നു. എങ്ങനെ? പണ്ടൊക്കെ വോട്ട് പോയിട്ട് തോറ്റിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. എന്താ കാരണം? തിരിച്ചു വരാൻ പാകത്തിൽ അവരുടെ കേഡറുകൾ, ജീവിക്കുന്ന പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ, അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് അനുഭാവികളെ തിരിച്ചു കൊണ്ടുവന്നത്. ഇപ്പം അവരാണ് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അത്ര എളുപ്പത്തിൽ തിരിച്ചു വരാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു സ്വീകാര്യത ഓരോ വർഷം കഴിയുമ്പോഴും അത് കൂടിക്കൂടി വരികയാണ്. ഇത് മുന്നോട്ടും അത് പിന്നോട്ടും തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അല്ലല്ല, ഞങ്ങളുടെ അടിസ്ഥാന ആശയങ്ങളിൽ വെള്ളം ചേർത്തോ, ഞങ്ങൾ ക്രിസ്ത്യാനികളുമായി ആശയവിനിമയം നടത്തിയത് കൊണ്ട് ഞങ്ങളുടെ പരമ്പരാഗത വോട്ടിൽ എന്തെങ്കിലും ചോർച്ച ഉണ്ടാവുക ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം മതമൗലികവാദം ശക്തിപ്പെടുകയും അധികാര സ്ഥിരാകേന്ദ്രങ്ങളിലെല്ലാം അവർ പിടിമുറുക്കുകയും മറ്റ് 2 സമുദായങ്ങൾ അവഗണിക്കപ്പെടുകയും 80-20 എന്നുള്ള റേഷ്യോയിലേക്ക് കാര്യങ്ങൾ പോവുകയൊക്കെ ചെയ്തപ്പോൾ അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഐക്യപ്പെടലാണ്. അല്ലാതെ അതൊരു പ്രീണനമല്ല. മറിച്ചുള്ളതെല്ലാം ഒരു എന്താ പറയുക, ഇന്നത്തെ സാഹചര്യം മുതലെടുത്ത് അവിടെ തീവ്ര ചിന്താഗതിക്കാരെ വളർത്തി വോട്ട് ബാങ്കിനെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ. ജയിക്കുന്ന സ്ഥാനാർത്ഥി വരും. ഞാനിപ്പോൾ അത് പറയും. ജയിക്കുന്ന സ്ഥാനാർത്ഥി വരും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇങ്ങനത്തെ സ്പെക്കുലേഷൻസ് ഒന്നും ഇപ്പം നടത്തണ്ട. ഞങ്ങൾ നന്നായി പരിശോധിച്ച് സ്വീകാര്യമായ നിലയിൽ വോട്ടർമാരുടെയും കൂടി മനസ്സെടുത്ത് പാർട്ടിയുടെ താല്പര്യങ്ങൾ മാത്രം ജയിക്കുന്ന സ്ഥാനാർത്ഥി വരും. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതൊന്നും നിങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു, ജയിക്കുന്ന സ്ഥാനാർത്ഥി വരും. പിന്നെ ആരാണ് നിങ്ങൾ കോൺഗ്രസിൻ്റെ എന്ന് പറഞ്ഞ്?
പാർട്ടി പ്രസിഡന്റായി തന്നെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയല്ലേ സാറേ? പിന്നെ ഞങ്ങൾ ഇപ്പോൾ ജനങ്ങൾ നൽകിയ പിന്തുണയെ നന്നായിട്ട് വിലമതിക്കുന്നു. ഞങ്ങൾ കൂടുതൽ അധ്വാനിക്കേണ്ടതിൻ്റെ ആവശ്യകത ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ഞങ്ങൾ ഔട്ട്റീച്ച് വർദ്ധിപ്പിക്കണം, ശേഷി വർദ്ധിപ്പിക്കണം, ബഹുജന പിന്തുണ വർദ്ധിപ്പിക്കണം. അതിനെ പറ്റിയൊരു രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് കേരളം വരുന്നു എന്നുള്ള നല്ല തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ജനങ്ങൾക്കിടയിൽ കാണാം. അല്ലാതെ ഉടനെ ഒരു സീറ്റ് കിട്ടി, 20% വോട്ട് കിട്ടി എന്നാൽ കഴിഞ്ഞു ഞങ്ങളുടെ ദൗത്യം, അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഒരു ലോങ് ടേം ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ മെല്ലെ മെല്ലെ നടന്നെടുക്കുകയാണ്. ഇപ്പോൾ കുറച്ച് വേഗം കൂടിയിട്ടുണ്ട്. അത് കൂടുതൽ ആക്സിലറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളും സഹനവും എല്ലാം ഞങ്ങളുടെ ഭാഗത്തുണ്ട്. ആ വിലയിരുത്തൽ വളരെ വളരെ അപക്വമാണ്. കാരണം 20% വോട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലല്ലോ. 20% വോട്ടിലേക്ക് ഞങ്ങൾ വന്നത് എല്ലാ മാധ്യമങ്ങളും, നിങ്ങളുടെ മാധ്യമം ഉൾപ്പെടെ അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതിനേക്കാളും ഭംഗിയായിട്ട് നിങ്ങളുടെ മാധ്യമം ഉൾപ്പെടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് അല്ല, തന്ത്രങ്ങളെല്ലാം ഇപ്പോൾ വെളിപ്പെടുത്തിയാൽ ഇനി സമയമുണ്ടല്ലോ, കുറച്ച് സമയത്ത് കാത്തിരിക്കുക. അല്ല, അത് പിന്നെ ക്രോസ് വോട്ടിങ്ങിന് ശ്രമമൊന്നും ഉണ്ടാവില്ലെന്നൊന്നും ഞങ്ങൾ വിലയിരുത്തുന്നില്ല. അത് തൃശ്ശൂരിലുണ്ടായിരുന്നു, പല സ്ഥലത്തും ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ജനങ്ങൾ മനസ്സിലാക്കും. അതായത് ഒരു തവണ ക്രോസ് വോട്ട് ചെയ്യുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അവർ, പക്ഷേ ഇപ്പോൾ പാലക്കാട് തന്നെ നിങ്ങൾ നോക്കുക, പാലക്കാട് ഇ ശ്രീധരൻ പരാജയപ്പെട്ടപ്പോഴാണ് LDFൽ സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്ത ആൾക്കാരുടെ മനസ്സിൽ, അതായത് സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്തു കുറേ ആൾക്കാർ ശ്രീധരൻ സാറെ തോൽപ്പിക്കാൻ ഷാഫിക്ക് വോട്ട് ചെയ്തു. അത് ഞങ്ങളെക്കാൾ നന്നായി വിലയിരുത്തിയത് ആ പാർട്ടിയിലെ അണികൾ തന്നെയാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവരുടെ പാർട്ടിക്ക് എന്ത് സംഭവിച്ചു? ഏറ്റവും പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയല്ലേ ഇവിടെ നിർത്തിയത്. സോ ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിൽ കൊള്ളരുതായ്മകൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അത് വരും തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ വിലയിരുത്തും. ആ പാർട്ടിക്കുള്ളിലുള്ളവർ വിലയിരുത്തും. അപ്പോൾ ഹിന്ദു സഖാക്കളൊക്കെ പിന്നെ CPMന് വോട്ട് ചെയ്തു, മുസ്ലിം സഖാക്കളൊക്കെ ഷാഫിക്ക് വോട്ട് ചെയ്തു. അത് വല്ലാത്തൊരു വേദനാജനകമായ ഒരു കാര്യമാണ് പാർട്ടി കേഡറുകളിൽ ഉണ്ടാക്കിയത്. അത് നിങ്ങൾ കാണാതിരിക്കുന്നത്. ചെറിയ മുസ്ലിം വോട്ടല്ല, നിങ്ങൾ എണ്ണ എടുക്കാത്തതുകൊണ്ടാണ്. ഹിന്ദു വോട്ടുകളെല്ലാം ഇയാൾക്ക് ഫോളോ ചെയ്തു. ഞങ്ങൾ പറഞ്ഞതല്ലത്, ആ പാർട്ടി വിലയിരുത്തിയത്. ഇവിടെ പ്രകടനവും മധുരപലഹാര വിതരണവും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പമുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട് TV-യിൽ. സോഷ്യൽ മീഡിയ മുഴുവൻ LDF സഖാക്കൾ അന്ന് ആഘോഷിക്കുകയായിരുന്നു. കൃഷ്ണകുമാർ പാട്ടയിൽ ഞങ്ങൾ തോറ്റപ്പോൾ. അതുകൊണ്ട് ലജ്ജാകരമായ നിലപാടാണ്. ഒരു പാർട്ടി, ഒരു മുന്നണി, അതായത് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുന്നണി പറയാണ് ഞങ്ങൾക്ക് ആശയപരമായിട്ട് അവർ താഴോട്ട് പോയി. അവർ സ്റ്റൂപ്പ് എത്ര അതിന്റെ അല്ലെ, ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല. നമുക്ക് പച്ച മലയാളത്തിൽ അതല്ലേ ബിനോയ് വിശ്വം പറഞ്ഞത്, ആനിരാജ പറഞ്ഞത്. ആ ഒരു ലെവലിലേക്ക് താഴുകയാണ് കേരളത്തിലെ ഇടതുപക്ഷം. അണികൾ എത്രമാത്രം സ്വീകാര്യത അവർക്ക് കൊടുക്കും നമുക്ക് കാണാം. ഞാൻ പറയാം, ഇതാ ഇപ്പോ നെല്ലിന് വീണ്ടും എത്ര 117 രൂപ അല്ലെ, ₹1 15 117 രൂപ. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഞാൻ പറയാം. ഈ പൈസ സ്റ്റേറ്റ് കുറയ്ക്കും അടുത്ത തവണ. അതായത് കേന്ദ്രം എത്ര താങ്ങുവില വർദ്ധിപ്പിക്കുന്നോ സ്റ്റേറ്റിന്റെ വീതം അത്രയും കുറയ്ക്കുകയാണ്.